നമസ്കാരം. വാർത്താ സന്ധ്യയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. സംസ്ഥാനത്ത് ചൂട് കനക്കുന്നു. അൾട്രാവയലറ്റ് സൂചിക അപകടകരമായ നിലയിലെത്തി. പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. കൊല്ലത്ത് ഒരാൾക്ക് സൂര്യാതപമേറ്റു. സംസ്ഥാനത്ത് കൊടും ചൂട് തുടരുകയാണ്. അൾട്രാവയലറ്റ് വികിരണം ഉയർന്ന തോതിൽ രേഖപ്പെടുത്തിയതിനെ തുടർന്ന് പാലക്കാടും മലപ്പുറത്തും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. രണ്ടിടത്തും അൾട്രാവയലറ്റ് സൂചിക 11 രേഖപ്പെടുത്തി. തുടർച്ചയായി കൂടുതൽ സമയം അൾട്രാവയലറ്റ് രശ്മികൾ ഏൽക്കുന്നത് സൂര്യാതപത്തിനും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമായേക്കാം. ജനങ്ങൾ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നാണ് മുന്നറിയിപ്പ്. പകൽ 10 മുതൽ വൈകിട്ട് 3 വരെയാണ് ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്നത്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ വേനൽ മഴ ലഭിച്ചെങ്കിലും ചൂടിന് ശമനമായിട്ടില്ല. കൊല്ലം മുണ്ടക്കലിൽ കൊച്ചുണ്ണി എന്നയാൾക്ക് സൂര്യാതപമേറ്റു. ഇന്നലെ പാപനാശം കടപ്പുറത്ത് വെച്ചാണ് സൂര്യാതപമേറ്റത്. ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് കൊച്ചുണ്ണി ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു. 24 തിരുവനന്തപുരം. തമിഴ്നാട്ടിലെ ഭാഷാ പോര് പുതിയ രൂപത്തിലേക്ക്. സംസ്ഥാന ബജറ്റിന്റെ ലോഗോയിൽ രൂപയുടെ ചിഹ്നത്തിനു പകരം തമിഴ്നാട് സർക്കാർ തമിഴ് അക്ഷരമായ രൂ ചേർത്തു. ബജറ്റിന് മുന്നോടിയായി മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ എക്സിൽ പങ്കുവച്ച വീഡിയോയിലാണ് ഈ മാറ്റം. ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ ത്രിഭാഷാ നയത്തിനെതിരെ രൂക്ഷമായ വാക്പോര് തുടരുന്നതിനിടെയാണ് തമിഴ്നാട് സർക്കാരിന്റെ പുതിയ സ്ട്രൈക്ക്. നാളെ സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കാനിരിക്കെ ബജറ്റിന്റെ ലോഗോയിൽ നിന്നും രൂപയുടെ ചിഹ്നം നീക്കി. പകരം തമിഴക്ഷരമായ രൂ ആണ് ചേർത്തിരിക്കുന്നത്. എക്സ് പ്ലാറ്റ്ഫോമിലൂടെ സ്റ്റാലിൻ പുറത്തുവിട്ട ബജറ്റിനെക്കുറിച്ചുള്ള ടീസറിലാണ് ലോഗോ മാറ്റിയിരിക്കുന്നത്. ഇതിനു മുൻപുണ്ടായിരുന്ന 2 ബജറ്റുകളിലും രൂപയുടെ ചിഹ്നമാണ് വെച്ചിരുന്നത്. ചിഹ്നം മാറ്റിയതിൽ സർക്കാരിൽ നിന്ന് ഔദ്യോഗിക വിശദീകരണം ഉണ്ടായിട്ടില്ല. BJP നേതാക്കൾ ഒന്നടങ്കം നീക്കത്തെ ശക്തമായി വിമർശിക്കുകയാണ്. തമിഴ്നാട്ടുകാരാണ് രൂപയുടെ ചിഹ്നമുണ്ടാക്കിയതെന്നും ഈ ചിഹ്നം ഒഴിവാക്കുന്നത് രാജ്യത്തെ നിന്ദിക്കലാണെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തുന്നു. 24 ചെന്നൈ. തലസ്ഥാന നഗരത്തെ ഭക്തിസാന്ദ്രമാക്കി ആറ്റുകാൽ പൊങ്കാല. ലക്ഷക്കണക്കിന് ഭക്തരാണ് ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിച്ചത്. പൊങ്കാല നിവേദ്യത്തിന് ശേഷം മടങ്ങിയ ഭക്തർക്ക് റെയിൽവേയും KSRTCയും വിപുലമായ യാത്രാ സൗകര്യം ഒരുക്കിയിരുന്നു. 4000-ഓളം പേരുടെ സംഘം മണിക്കൂറുകൾക്കുള്ളിൽ നഗര ശുചീകരണം പൂർത്തിയാക്കി. പൊങ്കാലയുടെ പുണ്യം തേടി സർവ്വതും ആറ്റുകാലമ്മയ്ക്ക് സമർപ്പിച്ച പകൽ നേരം. ദുഃഖങ്ങളെ കനലരിയിച്ച് മധുരം നിവേദിച്ച പൊങ്കാലയുമായി ഭക്തലക്ഷങ്ങൾ മടങ്ങി. രാവിലെ 10:15 പണ്ടാര അടുപ്പിലേക്ക് പകർന്ന തീ നഗരവീഥികളിൽ നിറന്ന അടുപ്പുകളെ ജ്വലിപ്പിച്ചു. ആറ്റുകാൽ ദേവിയുടെ ശരണമന്ത്രങ്ങൾ അനന്തപുരിയെ യാഗശാലയാക്കി. പൊങ്കാലക്കലങ്ങളിൽ അനുഗ്രഹം നിറഞ്ഞെത്തു. ശർക്കര പായസമാണ് പ്രധാന നിവേദ്യം. പലവിധ വിഭവങ്ങൾ തയ്യാറാക്കി ഭക്തർ ദേവിക്ക് നിവേദിച്ചു. പൊങ്കാല നിവേദ്യത്തിനു പിന്നാലെ ഭക്തർ മടങ്ങി. മണിക്കൂറുകൾക്കുള്ളിൽ നഗരം മുഴുവൻ കോർപ്പറേഷൻ ശുചീകരണ തൊഴിലാളികൾ വൃത്തിയാക്കി. മനം നിറഞ്ഞാണ് ഭക്തരുടെ മടക്കം. ഇനി അടുത്ത പൊങ്കാലയ്ക്കായുള്ള കാത്തിരിപ്പ്. ടീം 24 തിരുവനന്തപുരം. പൊള്ളുന്ന കുംഭച്ചൂടിനെ അവഗണിച്ചായിരുന്നു പൊങ്കാലയർപ്പണം. തളർത്തുന്ന ചൂടാണെങ്കിലും പൊങ്കാല നിവേദിച്ചതോടെ ഉള്ളു നിറയെ ഭക്തിയുടെ കുളിരുമായാണ് ഏവരുടെയും മടക്കം. പൊങ്കാല തലേന്ന് മൂടിക്കെട്ടിയ ആകാശം, ചെറുതായി ചാറി മഴ.
എന്നാൽ പൊങ്കാല ദിനത്തിൽ രാവിലെ തന്നെ ചൂട് കനത്തു. കുംഭച്ചൂട് അതിന്റെ മൂർധന്യത്തിലായി. പൊങ്കാലയടുപ്പുകളിൽ അഗ്നി തെളിഞ്ഞതോടെ തീയും പുകയും. ഭയങ്കര ചൂട്, എത്ര വെള്ളം കുടിച്ചാലും അറിയാനില്ല. ഇന്നലെ ആണെങ്കിൽ നല്ല തണുപ്പായിരുന്നു. ഇന്ന് പൊങ്കാല വരെ ചൂട് കുറവായിരുന്നു. ചൂട് ശക്തമായിട്ട് ചൂടുണ്ട്. ഇപ്രാവശ്യം പൊങ്കാല തീർന്നു വന്നപ്പോഴാ ചൂടുണ്ടായത്. അല്ലാത്ത ചൂട് തന്നെ. കഴിഞ്ഞ വർഷത്തേക്ക് ഈ വർഷം ഭയങ്കര ചൂട് തന്നെയായിരുന്നു. എന്നാൽ ഇതൊന്നും പൊങ്കാലയർപ്പിക്കുന്നവർക്ക് വിഷയമല്ല. ഉള്ളിലുള്ള സങ്കടങ്ങളുടെ അത്രയും ചൂടുണ്ടോ? ഇല്ല. ഒരു വർഷത്തെ പാപം തീരുവാ. ഇല്ല, എന്നാലും സന്തോഷമായി വന്നിട്ടൊരു സന്തോഷമായി. ചൂടിനെ പ്രതിരോധിക്കാൻ സന്നദ്ധ സംഘടനകളും സ്ഥാപനങ്ങളുമൊക്കെ കുടിവെള്ളവും സംഭാരവും ശീതളപാനീയങ്ങളും പഴവർഗ്ഗങ്ങളുമൊക്കെ ഒരുക്കിയിരുന്നു. തൊപ്പിയും വിശറിയുമെല്ലാം ചൂടിന് ആശ്വാസമായി. കുടയും തൊപ്പിയും കിട്ടാത്തവർ കയ്യിൽ കിട്ടിയത് തണലാക്കി. ഹീറ്റ് ക്ലിനിക് സജീവമായതായിരുന്നു ഇത്തവണത്തെ പ്രത്യേകത. ആരോഗ്യ വകുപ്പ് പ്രത്യേകമായിട്ടുള്ള ക്രമീകരണങ്ങൾ എല്ലായിടങ്ങളിലും ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഹീറ്റ് ക്ലിനിക്കുകൾ ഉണ്ട്. കാരണം നല്ല ചൂടാണ്, പെട്ടെന്ന് ഡീഹൈഡ്രേറ്റഡ് ആകും. അപ്പോൾ വെള്ളം നമ്മൾ ഈ ചൂടിലും ഇതിലും വെള്ളം കുടിക്കാൻ ചിലപ്പോൾ മറന്നുപോകും. കൂളറ് പിന്നെ മറ്റ് സൗകര്യങ്ങളെല്ലാം തന്നെ എല്ലാ ക്ലിനിക്കുകളിലും ഒരുക്കിയിട്ടുണ്ട്. ചൂടെന്ന് കരുതി മാറി നിന്നാൽ ഉപജീവനമാർഗം മുടങ്ങും. അതിനാൽ കടുത്ത ചൂടിനെ അവഗണിച്ച് കച്ചവടത്തിരക്കിൽ വ്യാപൃതരായിരുന്നു വഴിയോര കച്ചവടക്കാർ. അതിൽ നാടോടികളുടെ കയ്യിലും മടിയിലും വാടിത്തളർന്നു കിടന്ന കുരുന്നുകൾ വല്ലാത്ത കാഴ്ചയായി. ഉള്ളിലെ വെന്തുരുകുന്ന സങ്കടച്ചൂടിന് മുന്നിൽ ഈ പൊള്ളുന്ന വെയിലൊന്നും ഇവരിൽ പലർക്കും ഒരു പ്രശ്നമേയല്ല. ആ ദുഃഖ ദുരിതങ്ങൾ കൂടിയാണ് ആറ്റുകാലമ്മയ്ക്ക് ആളുന്ന തീയിൽ പൊങ്കാലയാക്കി സമർപ്പിച്ചുകൊണ്ടുള്ള ഈ ഭക്തലക്ഷങ്ങളുടെ മടക്കം. അനന്തപുരിയിൽ നിന്നും ഷൈജു ചാവശ്ശേരിക്കും രാജ്കിരണിനുമൊപ്പം സുജിത് സുരേന്ദ്രൻ, 24. പതിവ് പോലെ പൊങ്കാലയിടാൻ സിനിമാ സീരിയൽ താരങ്ങളും തലസ്ഥാനത്ത് ഒത്തുകൂടി. രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും പൊങ്കാലയർപ്പിച്ചു. രാവിലെ 8:30 ക്ഷേത്രത്തിന് മുന്നിലെ ഗൗരീവന്ദനം ഹോട്ടലിന് മുന്നിൽ പൊങ്കാല അർപ്പിക്കാൻ ചിപ്പി. ഒപ്പം ഗായിക രാജലക്ഷ്മിയും. ഇക്കുറി പൊങ്കാലയിടുമ്പോൾ പ്രാർത്ഥനയിൽ പുതിയ സിനിമയും ഉണ്ടെന്ന് ചിപ്പി. ഇത്തവണത്തെ പ്രത്യേക പ്രാർത്ഥന ഞങ്ങളുടെ പുതിയ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്, തുടരുമിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. അപ്പം എല്ലാം നന്നായിട്ട് വരാനുള്ള പ്രാർത്ഥനയോടെ ഇപ്രാവശ്യം ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വന്നിരിക്കുകയാണ്. സീമാജി നായർ, വീണ തുടങ്ങി മിനി സ്ക്രീനിലെ മിന്നും താരങ്ങളെല്ലാം പൊരിവെയിലിൽ ആറ്റുകാൽ പൊങ്കാലയുടെ ഭാഗമായി. നടി പാർവതി, മരുമകൾ താരിണി എന്നിവർ ബന്ധുക്കൾക്കൊപ്പം തൈക്കാടാണ് പൊങ്കാല അർപ്പിച്ചത്. സുരേഷ് ഗോപിയും ഭാര്യ രാധികയും ശാസ്ത്രമംഗലത്തെ വീട്ടിലും ആനിയും ഷാജി കൈലാസും കുറവൻകോണത്തെ വീട്ടിലും പൊങ്കാലയിട്ടു. അയ്യർ ഭർത്താവ് ശബരിനാഥനൊപ്പം പാൽക്കുളങ്ങരയിലെ വീട്ടിൽ പൊങ്കാലയിൽ പങ്കാളിയായി. കോൺഗ്രസ് നേതാവ് ദീപ്തി മേരി വർഗീസ്, പ്രതിപക്ഷ നേതാവ് VD സതീഷിന്റെ മകൾ ഉണ്ണിമായ, ഔഷധി ചെയർപേഴ്സൺ ശോഭന ജോർജ് തുടങ്ങിയ പ്രമുഖരും പൊങ്കാലയർപ്പിച്ചു. 24 തിരുവനന്തപുരം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സങ്കട പൊങ്കാലയർപ്പിച്ച ആശാ വർക്കേഴ്സ്. സർക്കാരിന്റെ കണ്ണു തുറക്കാനുള്ള പൊങ്കാലയെന്ന് സമരക്കാർ പറഞ്ഞു. സമരപ്പന്തലിൽ വീണ്ടും എത്തിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചു. സർക്കാർ ആശമാർക്കൊപ്പമാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇന്ന് ആവർത്തിച്ചു. ഭക്തിയാണ്, എന്നിരുന്നാലും ഞങ്ങൾക്ക് സങ്കടമുണ്ട്. പ്രതിഷേധ പൊങ്കാലയേ അല്ല. ഞങ്ങളുടെ ആരോഗ്യമന്ത്രി ഈ പൊങ്കാല ഇട്ട് ഞങ്ങൾ നേരുമ്പോഴെങ്കിലും അവരുടെ കണ്ണ് തുറന്ന് മനസ്സൊന്ന് തുറന്ന് ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിച്ച് ഞങ്ങളുടെ അവകാശങ്ങളെല്ലാം തന്ന് ഞങ്ങളെ ഈ തെരുവീതിയിൽ നിന്ന്, ഈ വെയിലത്തും കൊതുകടിയിൽ നിന്ന് ഞങ്ങളൊന്ന് രക്ഷിക്കണേ എന്നുള്ള ഒരൊറ്റ പ്രാർത്ഥനയാണ് ഞങ്ങൾക്കുള്ളത്. പ്രതിഷേധ പൊങ്കാലയല്ല. സെക്രട്ടേറിയറ്റ് നടയിൽ പ്രതിഷേധം തുടരുന്നതിനിടെ വിശ്വാസത്തോടെയുള്ള പൊങ്കാലയെന്ന് ആശാ വർക്കേഴ്സ്. ആറ്റുകാൽ പൊങ്കാലയുടെ തിരക്കിലേക്ക് തലസ്ഥാന നഗരം മാറിയപ്പോഴും സമരക്കാർക്ക് പിന്തുണയുമായി നിരവധി പേർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ. സമരത്തിന്റെ ന്യായം എന്താണ്? അതിന് ന്യായമുണ്ടോ? അത് തൊഴിലാളികളുടെ അവകാശത്തിന് വേണ്ടിയാണോ? അത് പരിശോധിക്കുന്നതിന് വരെ ഏത് സംഘടനയാണ് നടത്തുന്നതിന്റെ ജാതകം പരിശോധിക്കുന്ന ഒരു സംഘടന. ഇവർ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ ആളുകളില്ല. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇന്നും സമരവേദിയിലെത്തി ആശാ വർക്കേഴ്സിനെ കണ്ടു. സംസ്ഥാന സർക്കാരിന് രൂക്ഷ വിമർശനം. ഇതെല്ലാം അവിടെ നിന്നുണ്ടെങ്കിലേ ഉള്ളൂ. പക്ഷെ ഇവരെ പണിയിൽ നിന്ന് പറഞ്ഞയക്കണമെങ്കിൽ അത് ഞങ്ങൾ തീരുമാനിക്കും. അത് എവിടുത്തെ ന്യായമാണ്? പണിയിൽ നിന്ന് പറഞ്ഞയക്കുന്ന അവരെ നിയമിച്ചത് അവരെ പറഞ്ഞയക്കുന്നതും അവര്. പക്ഷെ എല്ലാം കൊടുക്കുന്നത് അവിടുന്ന് കൊടുത്തു. എവിടുത്തെ ന്യായമാണത്? സമരക്കാരുടെ പൊങ്കാലയെക്കുറിച്ച് മന്ത്രി വീണ ജോർജിന്റെ പ്രതികരണം ഇങ്ങനെ: ഈ ഉന്നയിക്കുന്ന വേതനം ഇനിയും ഉയർത്തണം എന്ന് തന്നെയാണ് സർക്കാരിന്റെ നിലപാട്. അതുകൊണ്ട് ഈ സമരത്തിൽ നിന്ന് പിൻവാങ്ങണമെന്ന് ഞാൻ അഭ്യർത്ഥിച്ചിരുന്നു. നല്ല നിലയിൽ തന്നെ ആശമാരുടെ ആവശ്യങ്ങളോട്
അതിനോട് പ്രതികരിക്കുന്ന സർക്കാരാണ് കേരളത്തിലേത്. ജനപ്രതിനിധികളും സിനിമാ സാംസ്കാരിക പ്രവർത്തകരും ഇന്ന് സമരപ്പന്തലിലെത്തി. സമരത്തിനെതിരെ മുഖപ്രസംഗവുമായി CPM മുഖപത്രം ദേശാഭിമാനി രംഗത്തെത്തി. സമര നേതൃത്വം അടിക്കടി ആവശ്യങ്ങൾ മാറ്റുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്തം സമരം ചെയ്യുന്നവർ മറച്ചുപിടിക്കുന്നുവെന്നും ദേശാഭിമാനി മുഖപ്രസംഗത്തിൽ കുറ്റപ്പെടുത്തി. 24 തിരുവനന്തപുരം. ആശാ വർക്കേഴ്സിനുള്ള ധനസഹായം ഉയർത്തണമെന്ന് ശുപാർശ നൽകി പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി. രാംഗോപാൽ യാദവ് അധ്യക്ഷനായ ആരോഗ്യ മന്ത്രാലയ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടേതാണ് ഈ ശുപാർശ. കേരളത്തിന് എയിംസ് അനുവദിക്കണമെന്നും ശുപാർശയിലുണ്ട്. ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതുൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാ വർക്കേഴ്സിന്റെ പ്രതിഷേധം തുടരുന്നതിനിടെയാണ് പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ശുപാർശ. താഴെത്തട്ടിൽ ആശാ വർക്കേഴ്സ് നടത്തുന്നത് നിർണായക സേവനമാണ്. നിലവിൽ ലഭിക്കുന്ന ധനസഹായം 2 നേരത്തെ ഭക്ഷണത്തിന് പോലും തികയില്ലെന്നും ആശാ വർക്കേഴ്സിന് നൽകി വരുന്ന ധനസഹായം ഉയർത്തണമെന്നും കമ്മിറ്റി ശുപാർശ ചെയ്യുന്നു. ആരോഗ്യ ഗവേഷണ മേഖലയിലും ആശാ വർക്കേഴ്സിനെ ഉപയോഗിക്കണം. ഇതിനായി അധിക ധനസഹായം ഗവേഷണ ഫണ്ടിൽ നിന്ന് അനുവദിക്കണമെന്നും രാംഗോപാൽ യാദവ് അധ്യക്ഷനായ ആരോഗ്യ മന്ത്രാലയ സ്റ്റാൻഡിംഗ് കമ്മിറ്റി നൽകിയ ശുപാർശയിൽ പറയുന്നു. കേരളത്തിന്റെ പ്രധാന ആവശ്യങ്ങളിലൊന്നായ എയിംസ് അനുവദിക്കണമെന്നും പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ശുപാർശയിലുണ്ട്. 24 ഡൽഹി. പുനരധിവാസ പട്ടികയിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടി വയനാട് കളക്ടറേറ്റ് ഉപരോധിച്ച് മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർ. ഉച്ചയ്ക്ക് ശേഷം റവന്യൂ മന്ത്രി കെ രാജനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് മന്ത്രി ഉറപ്പു നൽകിയിട്ടുണ്ട്. കൽപ്പറ്റ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്ന് പ്രകടനമായാണ് ദുരന്തബാധിതർ എത്തിയത്. തുടർന്ന് കളക്ടറേറ്റിന് മുന്നിൽ ഉപരോധം. റേഷൻ കാർഡും ആധാറും അടക്കമുള്ള രേഖകൾ സർക്കാരിന് തിരിച്ചേൽപ്പിക്കുന്നതായി പ്രഖ്യാപിച്ചായിരുന്നു സമരം. എന്റെ കുടുംബം മൊത്തം പോയി. എന്റെ ഭർത്താവിന്റെ ചേട്ടന്മാരും അവരെ മക്കളൊക്കെ വെള്ളത്തിൽ പോയി. എന്റെ വാപ്പാന്റെ പെങ്ങളും മക്കളൊക്കെ പോയി. ഞാനും പോണ്ടതാ. അന്ന് ആ രാത്രി സ്കൂൾ റോഡിൽ നിന്ന് പേരക്കുട്ടി ഇവിടെ കൊടുന്നിട്ടതിനെ കൊണ്ട് ഞാൻ കഴിച്ചിലായി. പക്ഷെ അന്ന് മുതൽ ഞങ്ങള് 6-7 എണ്ണം ഞെങ്ങി ഞെരിഞ്ഞൊരു വീട്ടിലാ. സാറിനറിയോ? നിങ്ങളൊക്കെ ഉദ്യോഗസ്ഥന്മാരായിട്ടുണ്ടല്ലോ, നിങ്ങളൊക്കെ നല്ല വീട്ടിൽ താമസിക്കുന്നുണ്ടല്ലോ. പക്ഷെ ഞങ്ങളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും സാറേ. കളക്ടറേറ്റിലെത്തിയ മന്ത്രി കെ രാജനുമായി ജനശബ്ദം ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ നടത്തിയ ചർച്ച വിജയം കണ്ടതോടെ ഉച്ചയ്ക്ക് 2 മണി വരെ നീണ്ട പ്രതിഷേധം അവസാനിപ്പിക്കാൻ ദുരന്തബാധിതർ തയ്യാറായി. ഞങ്ങൾക്ക് കേന്ദ്ര സർക്കാർ 1 രൂപ തരണ്ട, കേരള സർക്കാർ 1 രൂപ തരണ്ട, പഞ്ചായത്ത് 1 രൂപ തരണ്ട, ഒരാളുടെയും നികുതി പണം വേണ്ട. ഞങ്ങൾക്ക് വേണ്ടി പിരിച്ചെടുത്ത പണത്തിൽ നിന്ന് പകുതി പണം ചെലവാക്കിയാൽ ഞങ്ങളുടെ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളെയും പുനരധിവസിപ്പിക്കാൻ പറ്റും. ഞങ്ങൾക്ക് വേണ്ടി പിരിച്ചെടുത്തിട്ട് ഒരു ഇടനിലക്കാരനായി നിന്നിട്ട് ഞങ്ങളെ പറ്റിക്കരുത് എന്ന സർക്കാരോട് പറയാനുള്ളത്. പുനരധിവാസ പട്ടികയുമായി ബന്ധപ്പെട്ട് ഉയർന്ന പരാതികൾ പരിശോധിക്കുമെന്ന് റവന്യൂ മന്ത്രി. ചൂരൽമല ടൗൺ പുനർനിർമ്മിക്കുമെന്നും പ്രഖ്യാപനം. ഈ ലിസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോഴും പ്രയാസത്തോടെ പറയുന്ന ഒരു പ്രശ്നം ദുരന്തബാധിത ലിസ്റ്റിന്റെ ഒരു വിഷയമാണ്. അതിലേക്കായിരിക്കും നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ശ്രദ്ധ. ഇപ്പോൾ ഈ ഫേസ് 1ഉം ഫേസ് 2ഉം ഫേസ് 2Bയും വീട് നഷ്ടപ്പെട്ടവരുടെ പുനരധിവാസമാണ്. അല്ലാതെ വരുന്ന ഉപജീവനത്തിൻ്റെ പുനരധിവാസമാണ് മൈക്രോ പ്ലാനിലുള്ള ദുരന്തബാധിതരുടെ ലിസ്റ്റ്. കടം എഴുതിത്തള്ളുന്നവരുടെ നടപടിയാണ് കടമെഴുതിത്തള്ളലുമായിട്ടുള്ള ദുരന്തബാധിതരുടെ ലിസ്റ്റ്. മുണ്ടക്കൈ ചൂരൽമല ജനകീയ സമിതി ഭാരവാഹികളും റവന്യൂ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. 24 വയനാട്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ പുനരധിവാസത്തിന് നെടുമ്പാല എസ്റ്റേറ്റ് തൽക്കാലം ഏറ്റെടുക്കില്ലെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. എൽസ്റ്റൺ എസ്റ്റേറ്റ് ആണ് ആദ്യഘട്ടത്തിൽ ഏറ്റെടുക്കുക. ഇവിടെ സ്ഥലം തികയാതെ വന്നാലാകും നെടുമ്പാല എസ്റ്റേറ്റ് ഏറ്റെടുക്കുകയെന്നും സർക്കാർ വ്യക്തമാക്കി. സർക്കാർ ഏറ്റെടുക്കുന്ന എൽസ്റ്റൺ എസ്റ്റേറ്റിൽ ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കാനാണ് ഇപ്പോഴത്തെ ധാരണ. ഇവിടെ സ്ഥലം തികയാതെ വന്നാൽ മാത്രമായിരിക്കും നെടുമ്പാല എസ്റ്റേറ്റ് ഏറ്റെടുക്കുക. മറ്റൊരു വാർത്തയിലേക്ക്. കയർ ബോർഡ് മേഖലാ ഡയറക്ടർ JK ശുക്ലയെ കയർ ബോർഡ് ഉപദേഷ്ടാവായി നിയമിക്കില്ല. MSME അണ്ടർ സെക്രട്ടറിയുടേതാണ് ഈ ഉത്തരവ്. കയർ ബോർഡ് ജീവനക്കാരി ജോളി മധുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആരോപണം നേരിടുന്നയാളാണ് JK ശുക്ല. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ നൽകും. വിഷ്ണു, വിശദാംശങ്ങൾ.
പ്രജിൻ MSME അണ്ടർ സെക്രട്ടറിയാണ് ഈ ഉത്തരവ് പുറത്തിറക്കിയത്. നേരത്തെ കൊച്ചിയിൽ കയർ ബോർഡിൽ ജോലി ചെയ്തിരുന്ന ജോളി മധുവിന്റെ കുടുംബം ഈ KJ ശുക്ലക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അദ്ദേഹത്തിന് മാനസിക പീഡനത്തെ തുടർന്ന് ഈ ജോളി മധു വലിയ ദുരിതം നേരിട്ടു എന്നൊക്കെയായിരുന്നു കുടുംബത്തിന്റെ ആരോപണം. ഇതിനിടയിലാണ് കയർ ബോർഡ് ഈ ശുക്ലയെ കയർ ബോർഡ് ഉപദേഷ്ടാക്കാനുള്ള ശ്രമം നടത്തിയത്. ഇതിനെതിരെയാണ് ഇപ്പോൾ ഈ ഉത്തരവ് വന്നിരിക്കുന്നത്. കുടുംബത്തിന്റെ ഒരു ആവശ്യം കൂടി പരിഗണിച്ചാണ് നടപടി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രതി വിഷ്ണു സുരേഷാണ് വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ. KPCC വേദിയിലെത്തിയ മുതിർന്ന CPIM നേതാവ് G. സുധാകരന് നേരെ ഇടത് സൈബർ ആക്രമണം. സഹോദരനെ കൊന്നവർക്കൊപ്പം കൂട്ടുകൂടുന്ന നേതാവിനോട് പുച്ഛം എന്നാണ് വിമർശനം. വിമർശന പോസ്റ്റുകളിൽ ഏറെയും സമാന ഉള്ളടക്കം ഉള്ളതുമാണ്. KPCC നടത്തിയ സെമിനാറിൽ പങ്കെടുത്തതിന് പിന്നാലെയാണ് പോരാളി ഷാജി അടക്കമുള്ള ഇടത് സൈബർ ഗ്രൂപ്പുകളിൽ G. സുധാകരനെതിരായ രൂക്ഷ വിമർശനങ്ങൾ പ്രത്യക്ഷപ്പെട്ടത്. കോൺഗ്രസ് പ്രവർത്തകരാൽ കൊല ചെയ്യപ്പെട്ട സഹോദരൻ G. ഭുവനേശ്വരന്റെ ചുടുരക്തം G. സുധാകരൻ മറന്നു. G. സുധാകരനിലെ കമ്മ്യൂണിസ്റ്റ് സഖാക്കളുടെ മനസ്സിൽ അകാല ചരമം പ്രാപിക്കും. MLAയും മന്ത്രിയുമാക്കിയത് പാർട്ടിയാണ്. ഇപ്പോൾ പാർട്ടി വിരുദ്ധ സംഘത്തിനൊപ്പം കൂടി നല്ല പിള്ള ചമയുന്നു. ഇങ്ങനെ നീളുന്നു വിമർശനങ്ങൾ. സമാനമായ ചിത്രങ്ങളും ഉള്ളടക്കവും. CPMലെ പ്രായപരിധി മാനദണ്ഡത്തിൽ വിമർശനം തുറന്നു പറഞ്ഞ G. സുധാകരൻ കഴിഞ്ഞ ദിവസം KPCC വേദിയിലെത്തിയത് ചൂണ്ടിക്കാട്ടിയാണ് സൈബർ അധിക്ഷേപങ്ങൾ. തന്നെ വിമർശിച്ച SFI നേതാക്കൾക്ക് മറുപടിയുമായി യുവതയിലെ കുന്തവും കൊടച്ചക്രവും എന്ന പേരിൽ G. സുധാകരൻ എഴുതിയ കവിതയും ഏറെ ചർച്ചയായിരുന്നു. 24 ആലപ്പുഴ. പത്തനംതിട്ട അടൂരിലെ CPIM നഗരസഭാ അധ്യക്ഷയ്ക്കെതിരെ സ്വന്തം പാർട്ടിയിലെ കൌൺസിലറുടെ ആരോപണത്തിൽ വിശദീകരണം തേടാൻ CPIM ചെയർപേഴ്സൺ ദിവ്യ റെജി മുഹമ്മദ് ലഹരി വിൽപ്പനയെ സഹായിക്കുന്നുവെന്നായിരുന്നു CPIM കൌൺസിലറായ റോണി പാണന്തുണ്ടിലിന്റെ ആരോപണം. CPIM അംഗമായ റോണി പാണംതുണ്ടിലാണ് പാർട്ടിയുടെ തന്നെ ചെയർപേഴ്സണെതിരെ ആരോപണം ഉന്നയിച്ചത്. സംഭവം വിവാദമായതോടെ പാർട്ടി ഏരിയ കമ്മിറ്റി ഇടപെട്ടു. വൈകാരിക പ്രകടനങ്ങൾ നടത്തേണ്ടവരല്ല CPIM പ്രവർത്തകരെന്നും വിഷയത്തിൽ വിശദീകരണം തേടുമെന്നും ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ ലഹരി വിൽപ്പന ഉണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടണമെന്നും ഏരിയ സെക്രട്ടറി S. മനോജ്. അത് ഇന്നലത്തെ എന്തോ ഒരു വൈകാരികമായ സംഭാഷണത്തിന്റെ ഭാഗമായി ഉന്നയിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ വൈകാരിക പ്രകടനം നടത്തേണ്ട ആളുകളല്ല CPIM നേതാക്കന്മാർ. അതേസമയം ഏരിയ കമ്മിറ്റി യോഗത്തിൽ ആരോപണം ഉന്നയിച്ച കൌൺസിലർക്കെതിരെ നടപടി വേണമെന്ന് ചെയർപേഴ്സൺ ദിവ്യ റെജി മുഹമ്മദ് ആവശ്യപ്പെട്ടു. പിന്നാലെയാണ് പാർട്ടി വിശദീകരണം തേടുന്നതെന്നാണ് വിവരം. ഇടത് കൌൺസിലറുടെ ആരോപണങ്ങൾക്ക് പിന്നാലെ കോൺഗ്രസ് പ്രവർത്തകർ നഗരസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. നഗരസഭാ ചെയർപേഴ്സണെതിരെ ആരോപണം ഉയരുന്നതിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് പാർട്ടി വിലയിരുത്തൽ. 24 പത്തനംതിട്ട. യാക്കോബായ സഭ കാതോലിക്ക വാഴിക്കൽ ചടങ്ങിന് ലെബനനിലേക്ക് ഔദ്യോഗിക പ്രതിനിധികളെ അയക്കാനുള്ള സംസ്ഥാന സർക്കാർ തീരുമാനത്തിനെതിരെ ഓർത്തഡോക്സ് സഭ രംഗത്ത്. സർക്കാർ ചെലവിൽ യാത്ര നടത്തുന്നതിനെതിരെ കോടതിയെ സമീപിക്കാനാണ് ഓർത്തഡോക്സ് സഭയുടെ തീരുമാനം. യാക്കോബായ സഭ ബിഷപ്പ് മാർ ഗ്രിഗോറിയോസ് ജോസഫിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാൻ വ്യവസായ മന്ത്രി P. രാജീവിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘമാണ് ലെബനിലേക്ക് പോകുന്നത്. യാക്കോബായ സഭയുടെ ക്ഷണപ്രകാരമാണ് യാത്ര. സഭയിലെ സമാധാനാന്തരീക്ഷം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾക്കിടെ യാക്കോബായ സഭയുടെ പരിപാടിയിലേക്ക് പ്രതിനിധി സംഘത്തെ അയക്കുന്ന സർക്കാർ തീരുമാനത്തിൽ ഓർത്തഡോക്സ് സഭയ്ക്കുള്ളത് കടുത്ത അതൃപ്തി. സഭയിൽ സമാന്തര ഭരണം നടത്താനുള്ള ശ്രമങ്ങൾക്ക് കുടപിടിക്കുകയാണ് സർക്കാരെന്ന് ഡോക്ടർ യുഹാനോൻ ദിയാസ്കോറസ് മെത്രോപൊലിത്ത. ഒന്നായി പോകേണ്ട ഒരു സമൂഹത്തെ പിളർത്തി ഞങ്ങൾക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാക്കാമെന്ന് ആരെങ്കിലും, അത് രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരാകട്ടെ മറ്റു സമുദായങ്ങളിൽപ്പെട്ടവരാകട്ടെ ഭരണത്തിലിരിക്കുന്നവരാട്ടെ, അങ്ങനെ ആരെങ്കിലും ചിന്തിച്ചാൽ അത് സമൂഹത്തിന് ഉണ്ടാകുന്നതായ വളരെ ദോഷകരമായ ഒരു അവസ്ഥയാകുന്നു എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഞാൻ സമൂഹത്തെ ഒന്ന് ബോധിപ്പിക്കുകയാണ്. രാഷ്ട്രീയ പാർട്ടികളോട് സമദൂര നിലപാട് സ്വീകരിക്കുന്നത് ബലഹീനതയായി കാണരുത്. എറണാകുളം ജില്ലയ്ക്ക് പുറത്ത് 13 ജില്ലകൾ കൂടി ചേർന്നതാണ് കേരളമെന്ന് മറക്കരുതെന്നും സഭയുടെ മുന്നറിയിപ്പ്. സർക്കാരിന് സ്തുതി പാടുന്നവർക്ക് മാത്രം നീതി കിട്ടുന്ന കാലമാണിതെന്നും ഓർത്തഡോക്സ് സഭ വിമർശിച്ചു. 24 കോട്ടയം. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust.
ഇനി സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഫിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. ഇതോടെ വാർത്താസന്ധ്യ പൂർത്തിയാവുന്നു.